ഓഫീസും വീടുമായി ലൈഫ് ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു കുട്ടി ട്രിപ്പായാലോ എന്ന ചിന്ത വരുന്നത്. ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല, ഒറ്റ സ്ട്രെച്ചിന് കൊല്ലങ്കോട് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഉച്ച കഴിഞ്ഞിരുന്നു. ആമ്പല്ലൂർ ബ്ലോക്കും ഹെക്റ്റിക് ട്രാഫിക്കും നല്ല ചൂടൻ ക്ലൈമറ്റും കാരണം വി കൈൻഡ് ഓഫ് പീസ്ഡ് ഓഫ്. അത് മാറ്റാനായി ഞങ്ങൾ കുറച്ച് ട്രെൻഡിങ് സോങ്സ് ഒക്കെ ലിപ്സിങ്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്തു. ഞങ്ങൾ രണ്ടുപേർക്കും ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും ഗൂഗിൾ മാപ്പിന് തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ടും പലരോടും ചോദിച്ചും പറഞ്ഞുമാണ് ഞങ്ങൾ കൊല്ലങ്കോട് എത്തുന്നത്. അപ്പോഴേക്കും ഏകദേശം 4 മണി കഴിഞ്ഞിരുന്നു. ഹൃദയം ഫിലിം ഇറങ്ങിയതോടെ അവിടുത്തെ പല സ്ഥലങ്ങളും വളരെ ഫേമസ് ആയി മാറി. അയ്യപ്പചേട്ടൻ്റെ കടയും ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കടയും ഒക്കെ അങ്ങനെയുള്ള കുറച്ച് ഹിസ്റ്റോറിക് പ്ലേസസ് ആയിട്ട് മാറി. എന്നാൽ ഞങ്ങൾ പോയത് മോഹനൻചേട്ടൻ്റെ കടയിലേക്കായിരുന്നു. പാലക്കാട് നിഷ്കളങ്കത പകർത്തിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ മോഹനൻചേട്ടൻ്റെ ചായക്കടയിലെ നല്ല ചൂടൻ ചായയും അരിമുറുക്കും കഴിച്ച് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ചിറങ്ങര അമ്പലത്തിലേക്കാണ്. പ്രകൃതി ക്ഷേത്രം തന്നെയായിരുന്നു അത്. അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സീതാർകുണ്ട് വാട്ടർഫോൾ കാണാൻ തിരിച്ചു. റോഡിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അപ്പോഴും മനസ്സിലെ പ്രതീക്ഷ നല്ല ഉഷാറും വാട്ടർഫോൾ കാണാൻ എന്നായിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ബലം. വെള്ളം വന്ന് പതിക്കുന്ന ഒരു സ്പോട്ട് മാത്രമേ അവിടെ കാണാൻ പറ്റുകയുള്ളൂ. ഈ ഓവർ എക്സ്പെക്റ്റേഷൻ ഓൾവേസ് ഡിസപ്പോയിൻറ്റ്സ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അവസാന പ്രതീക്ഷ റീൽസിലും ഷോർട്സിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ നെൽപ്പാടങ്ങൾ കാണാനായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. ദാറ്റ് എക്സ്പീരിയൻസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. വിളവെടുപ്പ് കഴിഞ്ഞ് നെൽപ്പാടങ്ങളിൽ രാജമല്ലിയും ചെണ്ടുമല്ലിയും കൾട്ടിവേഷൻ നടക്കുന്ന ടൈം ആയിരുന്നു. അപ്പോൾ ആ വരമ്പത്തോട് നല്ല പാലക്കാടൻ കാറ്റും കൊണ്ട് കുറേ നേരം നടന്നപ്പോൾ ആഹാ, അപ്പോഴാണ് എൻ്റെ നല്ലവനായ കെട്ടിയവൻ ഓർമ്മിക്കുന്നത്, എന്തായാലും സമയം ഇത്രയായി, നെല്ലിയാമ്പതി വെച്ച് പിടിപ്പിച്ചാലോ എന്ന്. മാറിയെടുക്കാൻ ഒരു എക്സ്ട്രാ ഡ്രസ്സ് പോലും ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനിച്ചു. എന്നാൽ സമയം നല്ലതുപോലെ വൈകിയതുകൊണ്ട് കൊല്ലങ്കോട് തന്നെ സ്റ്റേ ചെയ്ത് മോർണിംഗ് തിരിക്കാനായിരുന്നു പ്ലാൻ. കാരണവന്മാരുടെ പുണ്യം കൊണ്ട് കൗണ്ടി വില്ലേജിൽ റൂം കിട്ടി. നല്ല റൂമായിരുന്നു, നല്ല ഫുഡുമായിരുന്നു. ഇതിനിടയ്ക്ക് ലോക്കൽ ഷോപ്പിൽ നിന്ന് 1-2 ഡ്രസ്സും വാങ്ങി നല്ല ഹെവി ഡിന്നറും കഴിച്ച് ഡേ 1 ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ബാക്കി വിശേഷം അടുത്ത പാട്ടിൽ.